വേദപുസ്തകത്തിൽ ബേബൽ ഇഫക്റ്റ്, പെന്തക്കോസ്തൽ ഇഫക്റ്റ് എന്ന രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവ എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ, ഒരേ ഭാഷ സംസാരിച്ചിരുന്ന മനുഷ്യർ യഹോവയ്ക്ക് തുല്യരാകുവാൻ സ്വർഗത്തിൽ എത്തത്തക്കവണ്ണം ഒരു ഗോപുരം പണിയുവാൻ തീരുമാനിക്കുകയും ബാബേൽ ഗോപുരം എന്ന ഗോപുരത്തിൻ്റെ പണി തുടങ്ങുകയും ചെയ്തു. എന്നാൽ യഹോവ മനുഷ്യൻ്റെ പ്രവൃത്തി കണ്ടിട്ട് ഇഷ്ടക്കേട് തോന്നുകയും അവരുടെ ഭാഷ കലക്കിക്കളയുകയും അന്യോന്യം മനസ്സിലാകാത്ത ഭാഷ പറയുകയും ചെയ്യിപ്പിച്ചു. ഫലമോ, ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണം നിലച്ചുപോയി. ഒരേ ഭാഷ പറഞ്ഞ മനുഷ്യരിലാണ് ദൈവ ആത്മാവിൻ്റെ ഈ പ്രവർത്തനങ്ങൾ, അന്യോന്യം മനസ്സിലാകാത്ത ഭാഷ അവരിൽ പ്രവർത്തിച്ചത്. ഇതാണ് ബേബൽ ഇഫക്റ്റ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ, അതായത് ഇന്ന് സഭ ആചരിക്കുന്ന ഈ ദിനത്തിൽ, പരിശുദ്ധാത്മാവ് അപ്പോസ്തോലന്മാരിൽ വന്നപ്പോൾ അവർ പ്രസംഗിച്ച ദൈവവചനങ്ങൾ അവിടെ കൂടിയിരുന്ന പല ഭാഷക്കാരായ ആളുകൾക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അപ്പോസ്തോലന്മാർ പ്രസംഗിക്കുന്നതായി അനുഭവപ്പെട്ടു. ഇതാണ് പെന്തക്കോസ്തൽ ഇഫക്റ്റ്. ഇപ്പോൾ പല ഭവനങ്ങളിലും ആത്മീയ കൂട്ടായ്മകളിലും ഇവ രണ്ടും അനുഭവപ്പെടുന്നുണ്ട്. ദൈവാത്മാവ് അവസരോചിതമായി ഇടപെടുന്നും ഉണ്ട്. ദൈവത്തോട് മത്സരിക്കുകയും അഹങ്കരിക്കുകയും ദൈവത്തെ മറക്കുകയും ചെയ്യുന്നിടത്ത് ബേബൽ ഇഫക്റ്റും, ദൈവത്തോട് കീഴ്പ്പെട്ട് സമർപ്പിച്ച് ജീവിക്കുന്നിടത്ത് പെന്തക്കോസ്തൽ ഇഫക്റ്റും വെളിപ്പെട്ടു വരുന്നു. ദൈവം നമ്മയെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.